ഒരു വലിയ കാട്ടിൽ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ആനകൾ, കുരങ്ങുകൾ, മാനുകൾ എല്ലാവരും ഒരു കുടുംബം പോലെ. പക്ഷേ ഒരു ദിവസം ഭയങ്കരമായൊരു തീപിടുത്തം സംഭവിച്ചു. അഗ്നിജ്വാലകൾ കാട്ടിലൂടെ അതിവേഗം പടർന്നു. കറുത്ത പുക ആകാശത്തേക്ക് ഉയർന്നു. എല്ലാ മൃഗങ്ങളും ഭയന്നോടി രക്ഷപ്പെട്ടു. ആനകൾ കുതിച്ചോടി, കുരങ്ങുകൾ മരങ്ങളിലേക്ക് കുതിച്ചു, മുയലുകൾ തങ്ങളുടെ മാളങ്ങളിലേക്ക് ഓടി. മൃഗങ്ങൾ കാടിൻ്റെ അരികിൽ ഒത്തുകൂടി. അവരുടെ വീട് നശിക്കുന്നത് നിസ്സഹായരായി നോക്കി നിന്നു. എല്ലാവരുടെയും മുഖത്ത് ദുഃഖവും നിരാശയും. പക്ഷേ ഒരു ചെറിയ ഹമ്മിങ് ബേർഡ് കീഴടങ്ങിയില്ല. അവൾ അടുത്തുള്ള അരുവിയിലേക്ക് പറന്നു. അവളുടെ ചെറിയ കൊക്കിൽ ഒരു തുള്ളി വെള്ളമെടുത്തു. തീയിലേക്ക് പറന്നു ചെന്ന് ആ തുള്ളി വെള്ളം തീയിൽ വീഴ്ത്തി. വീണ്ടും അരുവിയിലേക്ക്, വീണ്ടും തീയിലേക്ക്. അവൾ ഇടവിടാതെ അധ്വാനിച്ചു. ഒരു തുള്ളി, 2 തുള്ളി, അങ്ങനെ തുടർന്നു. മറ്റു മൃഗങ്ങൾ അത്ഭുതത്തോടെ നോക്കി. ഒടുവിൽ ആന ചോദിച്ചു, ഹമ്മിങ് ബേർഡേ, നീ എന്താണ് ചെയ്യുന്നത്? നീ വളരെ ചെറുതാണ്. ഈ തീ കെടുത്താൻ നിനക്ക് സാധിക്കുമോ? ഹമ്മിങ് ബേർഡ് ഒരു നിമിഷം നിർത്തി. അവരെ നോക്കി ലളിതമായി പറഞ്ഞു, എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുകയാണ്. അവൾ വീണ്ടും തൻ്റെ ജോലി തുടർന്നു. അവളുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും കണ്ട് മറ്റു മൃഗങ്ങൾ ലജ്ജിതരായി. അവർ പരസ്പരം നോക്കി. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കും സഹായിക്കാം, എല്ലാവരും തീരുമാനിച്ചു. ഓരോരുത്തരും മടങ്ങി വന്നു. ആനകൾ തുമ്പിക്കൈ ഉപയോഗിച്ച് വെള്ളം കളിച്ചു. കുരങ്ങുകൾ ചങ്ങല രൂപീകരിച്ച് വെള്ളം എത്തിച്ചു. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചു. അവരുടെ കൂട്ടുപ്രയത്നം വിജയിച്ചു. തീ കെട്ടടങ്ങി, പുക മാറി. അവരുടെ സുന്ദരമായ കാട് രക്ഷപ്പെട്ടു. അങ്ങനെ സൂര്യൻ വീണ്ടും ഉദിച്ചു. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ആഘോഷിച്ചു. ഒരു ചെറിയ പക്ഷിയുടെ ധൈര്യം എല്ലാവരെയും പ്രചോദിപ്പിച്ചു. എത്ര ചെറുതാണെങ്കിലും ഓരോ പ്രവൃത്തിയും വലുതാണ്. ഒരുമിച്ചാൽ നമുക്ക് എന്തും സാധിക്കും.